ബഹുമാനപ്പെട്ട നിങ്ങളുടെ MLA മന്ത്രി 3 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് കൊണ്ട് മാത്രം കേരളത്തിന്റെ ഇന്നത്തെ ആവശ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിയാൻ കഴിയില്ല. കാരണം വരവും ചെലവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. നമ്മുടെ ശമ്പളം, നമ്മുടെ പെൻഷൻ, നമ്മുടെ മറ്റ് സേവനങ്ങളെല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ വരുമാനത്തോടൊപ്പം തന്നെ അത് എത്തുന്നുണ്ട്. സർക്കാർ ആശുപത്രി സൗജന്യ ചികിത്സയാണ്, സ്കൂളിൽ കുട്ടി പഠിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. കേരളത്തിൽ പെൻഷൻ 65 ലക്ഷം ആക്കാണ് ഉള്ളത്. ഇദ്ദേഹത്തിന്റെ ഒരു മാനസിക പ്രയാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാസാമാസം കൊടുക്കാത്തതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെയാണ് ചീത്ത വിളിക്കുന്നത്. അദ്ദേഹത്തെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം, ഞങ്ങൾ എല്ലാവരും വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല. കാരണം വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ചെലവഴിക്കാൻ പണം ഉണ്ടാകും. ആ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ MLA മന്ത്രി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആ കാര്യം അഭിനന്ദിക്കുകയല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരുപാട് വരുമാനം ഈ 3 വർഷക്കാലം കൊണ്ട് KN ബാലഗോപാൽ കേരളത്തിൽ നികുതി വരുമാനം വർദ്ധിപ്പിച്ചത് മന്ത്രിയാണ്. 44% വർധന വന്നു. പക്ഷെ 46% വർധന വന്നാലും കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പണമെല്ലാം കൃത്യമായിട്ട് കൂടി തരണം. നമ്മൾ ഒരായിട്ട് എല്ലാ ദിവസവും പണമുണ്ടാക്കാനൊന്നും പറ്റില്ല. കേന്ദ്രം സംസ്ഥാനത്തിൽ ഒരുമിച്ച് നടന്ന പദ്ധതികളുണ്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ് മുന്നോട്ട് വെക്കുന്ന പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ കേന്ദ്രം കൂടി സഹായിക്കുമ്പോഴാണ് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതാക്കുന്നത്. എന്നാൽ പ്രതിസന്ധിക്കിടയിലും ഈ കാര്യങ്ങളെല്ലാം നടത്താനുള്ള നല്ല ഇടപെടലാണ് ഗവൺമെന്റ്. ആ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ തീരമേഖലയിൽ, മത്സ്യമേഖലയിൽ വലിയ മാറ്റമുണ്ടായിരുന്നു. ഞാൻ അഭിമാനത്തോടെ വന്നു, ഈ ഗവൺമെന്റ് വന്നു ഈ 7 വർഷം കൊണ്ട് ഒരു ഡോക്ടർ തീരദേശത്തില്ലായിരുന്നു. ആ ജനവിഭാഗത്തിൽ ഏറ്റവും പാവപ്പെട്ട ആളാണ്. മത്സ്യം പിടിച്ച് മത്സ്യം വിറ്റ് ജീവിക്കുന്നു. ലോകവുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല. അവിടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് പോലും ഒന്നറിയില്ല. ഏത് കോളേജിൽ പോകണം, ഏത് സ്കൂളിൽ പോകണം, അത്രയും ആയിട്ടില്ല. സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുകയാണ്. അവരുടെ വീടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചേരി പ്രദേശങ്ങളെക്കാൾ വലിയപ്രസമായ അന്തരീക്ഷമാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, തീരമേഖലയിലേക്ക് പോയി എന്ത് മാറ്റം. ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് തീരമേഖലയിൽ 86 ഡോക്ടർമാരെ സൗജന്യമായി പഠിപ്പിച്ച് ഡോക്ടർമാരാക്കി രാജ്യത്തിന് സമർപ്പിച്ച ഒരു പ്രവർത്തനമാണ് ഗവൺമെന്റ് നടത്തുന്നത്. 86 ഡോക്ടർമാർ. തീരമേഖല സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാം ഒന്നൊന്നായി വെച്ചിട്ടുണ്ട്. ആശുപത്രികളുണ്ട്, തീരമേഖല റോഡ്, ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എല്ലാ മേഖലയിലും. പട്ടികജാതി കുട്ടികൾക്ക് മേഖല തന്നെ 350 കുട്ടികളാണ് ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നത്. ഈ പട്ടികജാതി കുട്ടികൾക്ക് മേഖലയിൽ, ഈ പറയുന്ന ഫിഷറീസ് മേഖലയിലൊക്കെ എല്ലാ വിദ്യാർത്ഥികൾക്കും എവിടെ വരെ പഠിക്കണോ സൗജന്യമാണ്. ഈ കാര്യമൊക്കെ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമൊന്നും നാട്ടിൽ പറയാൻ ആരുമില്ല, ഒരാളുമില്ല, ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിധത്തിലൊക്കെ ചിത്രീകരിച്ചു കളയും. ഇന്ന് ടെലിവിഷൻ വാങ്ങി പത്രം എടുത്തു കഴിഞ്ഞാൽ ആകെ നമ്മുടെ കേരളത്തിൽ ഈ സിനിമയെ പറ്റിയുള്ള ചർച്ചയുടെ ബന്ധത്തിലുണ്ട്. എന്തെല്ലാം നല്ല കാര്യം. ഇന്ന് ഞാൻ രാവിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ പ്രഖ്യാപിച്ചു 3 കോടി രൂപ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് സിനിമ സംവിധാനം ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം, ജന്മത്തിൽ നടക്കൂ. നിങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അത് ഫലപ്രദമായി ഇന്ന് അതിന്റെ ആദ്യത്തെ സിനിമ ഷൂട്ട് ചെയ്ത് ഇന്ന് അത് പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് രാവിലെ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ എന്നെ നോക്കി 150 ടെലിവിഷൻ കണ്ടിട്ടുണ്ട്. അല്ല, എന്നെ ഇങ്ങനെ നോക്കിട്ടേ ഇരിക്കുക. അപ്പൊ ഞാനത് കൊണ്ടാണ് കയറിപ്പോ ഇറങ്ങി വന്നപ്പോൾ വീണ്ടും നിന്നപ്പോ ഞാൻ പറഞ്ഞു, ഇതൊന്നും കൂടി ഇന്നത്തെ ദിവസം. കാരണം ഇന്ത്യ ആദ്യമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ചെറുപ്പക്കാർക്ക് സിനിമ നിർമ്മിക്കാൻ 1.5 കോടി രൂപ വെച്ച് 2 സിനിമയ്ക്ക് 3 കോടി രൂപ കൊടുത്ത് അതിൽ ആദ്യത്തെ സിനിമ ഇന്ന് റിലീസ് ചെയ്ത ദിവസമാണ്, ചരിത്ര ദിവസമാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് ടെലിവിഷനിൽ എവിടെ നിന്ന് കാണാൻ പറ്റും? ഞാനത് നേറ്റേ സെന്ററിൽ നോക്കുമ്പോൾ മുകേഷിന്റെ പുറകെ ഒരു വണ്ടി കൊണ്ട് പോകുന്നു മാധ്യമങ്ങളിൽ. അപ്പൊ അയാള് പിന്നെ എറണാകുളത്ത് കണ്ടു പോകുന്ന മുഴുവൻ വണ്ടി അതിന്റെ കൂടെ കൂടും. എന്താ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു ആംഗിളാണ് ചിത്രീകരിക്കുന്നത്. ഒരു തെറ്റുകാരനെ സംരക്ഷിക്കാനൊന്നും ഇവിടെ ഞങ്ങളതിലുണ്ടാവില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കർക്കശമായ നിലപാടാൻ കരുതി പറയുന്നുണ്ട്. പക്ഷേ
നിലപാടുകൾ എടുക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അറിയേണ്ട പ്രശ്നം അറിയിക്കണ്ടേ? ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറ്റി ഒരു വാക്ക് എഴുതുമോ? ഈ അടുത്ത സമയത്ത് ഒരു പ്രമുഖമായ പത്രത്തെ പറ്റി ഒരു വലിയ പ്രമുഖനായ വ്യക്തി പറഞ്ഞു, ഒരു ഭാഗത്ത് മാത്രമേ ആ പത്രം സത്യം പറയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്ക് ആ പത്രം 4 കോളം എഴുതി, 4-5 കോളം എഴുതി. അതായത് നിര്യാതരായ കോളം കൃത്യമായിട്ട് എല്ലാ ദിവസവും എഴുതും, കാരണം മരിച്ചിരുന്നുണ്ട്. ബാക്കിയെല്ലാം എഴുതുന്ന കള്ളാവുന്ന ഒരു പ്രമുഖനായ ഒരു സാംസ്കാരിക രംഗത്തെ ഒരു പ്രതിഭയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഗവൺമെന്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ നാട്ടിൽ ചെയ്യുന്നു, പക്ഷേ നെഗറ്റീവായ വാർത്തകളല്ലാതെ പോസിറ്റീവായ വാർത്തകൾ വരുന്നില്ല. സങ്കടമെന്നേ പറയാം. ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു കാലമുണ്ട്, ഇത്രയും നല്ല റോഡുകൾ. ഞങ്ങളൊക്കെ തമ്മിൽ ഈ സാമ്പത്തിക കാര്യത്തിൽ ഇത്ര പൈസ പൊരുന്നൊക്കെ പൈസ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുകയാണെങ്കിലും ഏത് കാര്യത്താണ് ചെയ്യാത്തത്? എല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ പോസിറ്റീവായിട്ട് വേണ്ടത് നമ്മൾ കാണുന്നത്. ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ബഹുമാനായ സ്റ്റാലിൻ മുഖ്യമന്ത്രിയെ വിളിക്കാനായി നമ്മുടെ വൈക്കസത്യാനത്തെ വിളിക്കാനായി പോയപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് അവിടെ വന്ന ചില പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഈ ഗവൺമെന്റ് വിരുദ്ധ ക്യാമ്പയിനുകളാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇവിടെ ഒന്നുമില്ല. നമ്മളെ ഞങ്ങളുടെ നാട്ടിൽ രാവിലോട്ട് വൈകുന്നേരം ഗവൺമെന്റ് വിരുദ്ധ ക്യാമ്പയിൻ നല്ല കാര്യം പറയാറുണ്ട്, ഏത് കാര്യം പറയാറുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയം ഉണ്ടല്ലായിരുന്നു, പക്ഷേ നാടിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ട മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സമുദായങ്ങളും എല്ലാം തമിഴ്നാടിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അങ്ങനെ ആയിരിക്കണം വേണ്ടത്. നാടിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ നാട് മുന്നോട്ട് പോകത്തുള്ളൂ. നാടിനെ ഇകഴ്ത്താനും നാട് നന്നാകുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ നാട് നന്നായില്ല, ജനങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായില്ല. ഒരുപാട് പ്രയാസങ്ങളോട് നമ്മൾ കടന്നില്ല. വയനാടിനെ പറ്റിയോട് പറഞ്ഞില്ല. സുനാമി, വെള്ളപ്പൊക്കം, അത് കഴിഞ്ഞ് എന്തെല്ലാം പ്രതിസന്ധികൾ, കോവിഡ്, ഇതൊക്കെ നമ്മൾ അതിജീവിച്ചു. നമ്മുടെ യൂണിറ്റി കൊണ്ടാണ് അതിജീവിച്ചത്. ഇന്ന് ജനങ്ങൾ യൂണിറ്റിയോടുകൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ജനങ്ങൾ എത്താൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് അത്തരം കാര്യങ്ങൾ കൂടി ജനങ്ങൾ ഏറ്റെടുക്കണം. അതിന്റെ ഭാഗമാണ് ഈ മാർക്കറ്റ്. ഞാൻ ഒരു കാര്യം പറയാം, KN ബാലഗോപാൽ നിങ്ങൾ MLA അല്ലായിരുന്നെങ്കിൽ, മുമ്പത്തെ MLA മിടുക്കിയ MLA അവരുടെ കാലത്ത് ആരംഭിച്ചുവെങ്കിലും ബാലഗോപാൽ MLA ഈ ധനകാര്യമന്ത്രി സ്ഥാനം കൂടി കിട്ടിയത് കൊണ്ട് പിന്നെ ഈ വർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ പുത്തൂർ മത്സ്യ മാർക്കറ്റിലൂടെ പൂർത്തീകരിക്കുന്ന സംശയം ഉദ്ഘാടനം ചെയ്യാൻ കഴിയട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെ സഹകരിച്ച് എല്ലാവരോടും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ മാർക്കറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കുന്നു. ഇത് മൊത്തവും ഇത് തന്നെ പിടിക്കുന്ന വേറെ അല്ല. ഇത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരെണ്ണം ചെയ്തെടുക്കാനായി പോയില്ല. ഇച്ചിരി കവറിങ് ഉണ്ട് ഇവിടെ. നാളെ പിന്നെ